ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടിയും മുട്ടയും കൊണ്ട് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ രാവിലെയൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വേറെ കറികളൊന്നും ആവശ്യമില്ല, വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1.5 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അതെടുക്കുക. ഇനി ഈ ഒരു അരിപ്പൊടിയിലേക്ക് നമുക്ക് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 കപ്പ് അരിപ്പൊടിക്ക് ഞാനിവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ മൈദയോ ഗോതമ്പ് പൊടിയോ അങ്ങനെയൊന്നും നമ്മൾ ചേർക്കുന്നില്ല. അരിപ്പൊടി മാത്രം ആയതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടാനാണ് കേട്ടോ മുട്ട ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും, പിന്നെ അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചതും, ഒരു സവാളയുടെ പകുതിയാണ് കേട്ടോ. വലിയ സവാളയാണെങ്കിൽ 1/4 ഭാഗം മാത്രം എടുത്താൽ മതി. ഞാനിപ്പോൾ ചെറിയ സവാള ആയതുകൊണ്ട് പകുതി എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും പാടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. മുളക് പൊടിക്ക് പകരം നിങ്ങൾക്ക് പച്ചമുളകോ അല്ലെങ്കിൽ വറ്റൽമുളക് ചതച്ചതോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. 1/2 ടീസ്പൂണോളം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ വെള്ളം ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് ബാക്കി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം അധികമായി പോവും. അപ്പോൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ദോശമാവിനേക്കാളും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന പൊടിക്കനുസരിച്ചായിരിക്കും വെള്ളത്തിൻ്റെ അളവൊക്കെ. ഏകദേശം ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക കേട്ടോ, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്ത ഉപ്പ് കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം കേട്ടോ. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെയാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ ഞാനൊരു തവി വെച്ചിട്ട് ഇത് കോരി ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എത്രത്തോളം ലൂസാണെന്നുള്ളത്. ഇതുപോലെ വേണം കിട്ടാൻ. ഈ ഒരു ബാറ്റർ വെച്ചിട്ട് നമ്മൾ ആദ്യം ദോശ ചുട്ടെടുക്കുക. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു മാവ് ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക, ഓരോ തവി മാവ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ദോശ ചുട്ടെടുത്തപ്പോൾ ചെറിയ രീതിയിലൊന്ന് തിക്കായിരുന്നു. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നീർദോശൻ്റെ അത്ര തന്നെ ലൂസാക്കി എടുക്കണ്ട, അങ്ങനെ ആകുമ്പോൾ കറക്റ്റായിട്ട് കിട്ടില്ല. മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണോളം ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നല്ലപോലെ ക്രിസ്പി ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് മാറ്റാം കേട്ടോ. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു 5 സെക്കൻഡ് ആകുമ്പോഴത്തേന് തന്നെ കറക്റ്റായിട്ട് കിട്ടും ഒരു സൈഡ്. പിന്നെ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡൊക്കെ വെക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് കൂടുതലായിട്ട് ക്രിസ്പി ആക്കണം എന്നുണ്ടെങ്കിൽ 10-15 സെക്കൻഡ് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും ഇത് റെഡിയായി കിട്ടും. ഒരുപാട് സമയമൊന്നും എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ദോശൻ്റെ റെസിപ്പിയാണ്. മുട്ട ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഏത് പാനിലും ഇതുണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒട്ടും അടിയിലൊന്നും പിടിക്കില്ല. അപ്പോൾ അതൊന്നിവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഏറ്റവും ലോ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ തലേദിവസം അരിയൊന്നും അരച്ച് വെച്ചിട്ടില്ലെങ്കിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. വെജിറ്റബിളൊക്കെ ചേർത്ത് തയ്യാറാക്കി എടുത്തുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത്. ഈ ഒരു ദോശക്ക് കറിയുടെ ആവശ്യമില്ല കേട്ടോ. കറി ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മളിത് കറി ഇല്ലാതെ കഴിക്കുമെന്ന് വെച്ചെങ്കിൽ ഒരുപാട് തണുത്ത് പോകരുത് കേട്ടോ. ചെറിയ ചൂടോടുകൂടെ തന്നെ ഈ ഒരു ദോശ കഴിക്കണം, അല്ലെങ്കിൽ ആ മുട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഈ ഒരു ദോശ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല കേട്ടോ, വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഡിന്നറിന് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരം തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ. അരിപ്പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് മുട്ടയൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും.
അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പിലയും ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടെ മാവിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.